നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളുടെ ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മായാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുവാനും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മീയപരമായിട്ടുള്ള നേട്ടങ്ങളും ഭൗതികപരമായിട്ടുള്ള ചിന്തകളും ജന്മലക്ഷ്യങ്ങളും മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഈ വ്യക്തിയുടെ പ്രാധാന്യം എന്താണ് എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഉത്തരങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ്. ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും സ്വന്തമായി കണ്ടെത്തുവാനോ സ്വന്തമായി മനസ്സിലാക്കാനോ പറ്റാത്ത വിധത്തിലായിരുന്നു ഈ പേഴ്സന്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾക്കും ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുമായി കഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരുന്നത്. അതായത് ഇതായിരിക്കും ഈ വ്യക്തിയുടെ വിധി എന്നും ഇതായിരിക്കും ഈ വ്യക്തിയുടെ തലയിലെഴുത്തെന്നും വിചാരിച്ചുകൊണ്ട്, വിധിയെ പഴിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ തലവര എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ വന്നതോടുകൂടി ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുമുള്ള കാഴ്ചപ്പാടുകളും മാറിപ്പോയി. പുതിയ നല്ല ജീവിതത്തിലേക്കും നല്ലൊരു ഫ്യൂച്ചറിലേക്കും ചിന്തിക്കുന്ന വിധത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും തൃപ്തി വന്നിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ജീവിതം എത്തി നിൽക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള തൃപ്തി എന്ന് പറയുമ്പോൾ ശത്രുക്കളിൽ നിന്നും മുക്തി ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മോശപ്പെട്ട കർമ്മത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട കർമ്മങ്ങളുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് വളരെ മനോഹരമായിട്ടുള്ള ബോണസുകളാണ് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിലൂടെ എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവ് എനർജിയും അതിനോടൊപ്പം തന്നെ ആത്മീയപരമായിട്ടുള്ള യാത്രകളും നമുക്ക് കാണുവാൻ കഴിയുന്നു. ആത്മീയപരമായിട്ടുള്ള യാത്രകൾ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജന്മലക്ഷ്യം എന്താണെന്നും ഈ പ്രണയബന്ധത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ എന്താണെന്നും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും നേട്ടങ്ങളും എന്തൊക്കെയാണെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും നന്നായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടോത്രം, ആഭിചാരം എന്നിങ്ങനെയുള്ള മോശപ്പെട്ട ഊർജത്തിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് എത്രമാത്രം പ്രാർത്ഥനകളിലൂടെയും പൂജകളിലൂടെയും മാനിഫെസ്റ്റേഷനിലൂടെയും ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിലും സാന്നിധ്യത്തിലൂടെയും തന്നെയാണ് ഈ വ്യക്തിക്ക് അത്തരം ഒരു അനുഗ്രഹം വന്നു ചേർന്നിട്ടുള്ളത്. ഇത് പലവർക്കും നല്ലൊരു മനോഹരമായ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കർമ്മസമ്മതമായി വന്നു ചേർന്നിട്ടുള്ള രണ്ട് വ്യക്തികൾ ആയിരിക്കാം. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും മാറി ചിന്തിക്കുവാൻ ഈ വ്യക്തി പലപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങൾക്കും അത് തന്നെയാണ്. കാരണം ഈ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയാൻ പറ്റാത്ത വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ വളരെ പോസിറ്റീവായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശത്രുക്കളെ ഓരോന്നോരോന്നായി തിരിച്ചടി കൊടുക്കാനുള്ള സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ശത്രുക്കളെ തുരത്തി ഓടിക്കുവാനുള്ള ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അത്തരം പരിപൂർണമായിട്ടുള്ള അവസരം പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് ഒത്തിണങ്ങി കൊടുത്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ സഹായത്തോടെ ആയിരിക്കാം യഥാർത്ഥ ശത്രുക്കളെ ഈ വ്യക്തി തിരിച്ചറിയുന്നത്. എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പോസിറ്റീവായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്നുള്ള സത്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ അടുത്തേക്ക് വരും എന്നുള്ളതും, ഈ പ്രണയബന്ധത്തിൽ പരിപൂർണമായും വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതും ഈ വ്യക്തിയുടെ വെറും തോന്നലോ അല്ലെങ്കിൽ ചിന്താഗതിയോ മാത്രമല്ല. പരിപൂർണമായി ഇതിൽ വിജയം കണ്ടെത്താൻ ആകും, വിജയത്തിലേക്ക് എത്തിച്ചു ചേരുക തന്നെ ചെയ്യും എന്നുള്ള വാശിയോടെ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും അതേ ഊർജത്തിൽ തന്നെ നിലനിൽക്കുന്നത്. നിങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടും ഉണ്ടാകാം, മറ്റ് എല്ലാ റിലേഷൻഷിപ്പിലും കാണുന്നത് പോലെയുള്ള നീരസങ്ങളും നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ എന്ന് കരുതി ഈ പ്രണയബന്ധം വേണ്ടാന്ന് വെക്കാൻ മാത്രം ചിന്തിക്കാൻ പോലും വിവരമില്ലാത്ത ഒരു വ്യക്തിയല്ല ഈ പേഴ്സൺ. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയായപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ള ഓരോ തിരിച്ചറിവും അത് ഏറ്റവും വലുത് തന്നെയാണ്. നിങ്ങളുടെ ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി കാണുന്ന സ്ഥലങ്ങൾ, പോകുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുമായി ഒരുമിച്ച് സന്തോഷിച്ച് പങ്കിട്ട നിമിഷങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതത്തിനോട് ഈ വ്യക്തി ഇനി ഒരുക്കമല്ല. അങ്ങനെ ജീവിച്ചിട്ട് തനിക്ക് എന്ത് നേടാനാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്നത്, മറ്റുള്ളവരുമായി ഈ വ്യക്തി ഇപ്പോൾ കൂട്ടുകൂടാനോ സംസാരിക്കുവാനോ തയ്യാറാകുന്നില്ല. നിങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് മാത്രമാണ് ഈ വ്യക്തിയുടെ നോട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏഞ്ചൽസിന്റെ വളരെയധികം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മാലാഖമാരുടെ ഊർജം, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അവരുടെ വളരെയധികം സാന്നിധ്യം തന്നെയാണ് ഈ പ്രണയബന്ധത്തെ അന്നും ഇന്നും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ നന്നായി പരിചരിച്ചു നോക്കുന്നത് പോലെ, സംരക്ഷിക്കുന്നത് പോലെ ഈ പ്രണയബന്ധം ഇന്നും പോസിറ്റീവായി തന്നെ നിൽക്കുന്നു. ഇവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രണയബന്ധം ഒരിക്കലും മറക്കുകയില്ല എന്നുള്ളതാണ്. ഈ പ്രണയബന്ധം ഇപ്പോഴും ജീവനോടെ മുന്നോട്ട് പോകുന്നത് ഓർമ്മകൾ തന്നെയാണ്. ഓർമ്മകളിലൂടെ തന്നെയാണ് ഈ പ്രണയബന്ധം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓർമ്മകൾ തന്നെയാണ് ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷനായി നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ വീണ്ടും വീണ്ടും ഈ പ്രണയബന്ധത്തിലേക്ക് ഒന്നിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്നായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും അവസരത്തിൽ നിങ്ങളെ നേരിട്ട് കാണാൻ കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ആ ഒരു പ്രാർത്ഥന എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അനാവശ്യമായി വിഷമിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. ഈ വ്യക്തിയുടെ ഊർജം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടിയിലാണ് അനാവശ്യമായി വിഷമിക്കാൻ ഈ വ്യക്തി തയ്യാറല്ലാത്തത്. പക്ഷേ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മനസ്സ് വളരെയധികം നിയന്ത്രിക്കണം. മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് ക്ഷമയോട് കൂടി ഇതിനെ കീഴ്പ്പെടുത്താൻ നോക്കണം. അതാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ വിജയം കണ്ടെത്തുക തന്നെ വേണം. എടുത്തു ചാടിക്കൊണ്ടോ, പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടോ, അതുപോലെ പെട്ടെന്ന് എടുത്തു ചാടിക്കൊണ്ടോ, പെട്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുവാനോ, പെട്ടെന്നൊരു തീരുമാനമെടുക്കാനോ അങ്ങനെയല്ല വേണ്ടതെന്നും, സമാധാനത്തോടെ ഈ പ്രണയബന്ധം വിജയിപ്പിച്ചെടുക്കാനാണ് ഈ പേഴ്സൺ നോക്കുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രപഞ്ചശക്തി ഈ പ്രണയബന്ധത്തിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.